ഉദയ്, ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. സത്യത്തിൽ ഇതൊരു നല്ല കുടുംബമാണോ? ഓഫ് കോഴ്സ് പത്മ ഉദയുടെ പെങ്ങളാ. ഇതിപ്പോ രഞ്ജിത്തും വേദയും തമ്മിലുള്ള വിവാഹ നിശ്ചയം പോലും കഴിഞ്ഞു. പക്ഷേ എനിക്കെന്തോ ഇവിടുത്തെ കാര്യങ്ങളും മൊത്തത്തിൽ അങ്ങോട്ട് പിടിക്കുന്നില്ല. വന്ദന, ഇപ്പൊ സംഭവിച്ച കാര്യങ്ങളില് ഈ കുടുംബം ചെയ്ത തെറ്റെന്താ? പത്മയുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് എന്താ? അളിയൻ തെറ്റുകാരനല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ? അതൊക്കെ സത്യ. പക്ഷേ നമ്മൾ ഈ വീട്ടിലേക്ക് വന്ന നിമിഷം മുതല് എന്തെങ്കിലും ഒരു കാര്യം നല്ല രീതിയിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? ഇവൻ ഒരു 10 മിനിറ്റ് നമ്മൾ എല്ലാരും കൂടി ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടോ? മമ്മി, അതിന്റെ കാരണം എന്താണെന്ന് മമ്മിക്ക് അറിയില്ലേ? പത്മാന്റിയുടെ ഭാഗത്ത് നിന്ന് എന്താ പ്രശ്നം? നത്തിങ്. അങ്കിൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇന്ദ്രജ ചേച്ചിയോ വേദയോ അവരെന്തെങ്കിലും പരാതിയായിട്ട് വന്നിട്ടുണ്ടോ? അതും ഇല്ല. പിന്നെ ഒരേ ഒരാൾ, ആ സൂര്യ. അതെന്തുകൊണ്ടാ? അവന്റെ ഒരു കഴിവ് കുറവ് മറച്ചു വെക്കണമായിരുന്നു. ദാറ്റ്സ് നന്ദിനി. ഹരിത, നീ അനാവശ്യമായി നന്ദിനിയെ ചൂണ്ടി സംസാരിക്കരുത്. What is this? സത്യത്തിൽ നീ ചെയ്യുന്നത് ദ്രോഹമാണ്. ആന്റി നന്ദിനിയെ കുറ്റം പറയുമ്പോൾ നമ്മളെല്ലാരും അതിന്റെ കൂടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. രഞ്ജിത്ത്, സ്റ്റോപ്പ് ഇറ്റ്. നീ എന്തിനാ ആവശ്യമില്ലാതെ അവളെ ന്യായീകരിക്കുന്നേ? ആന്റിക്ക് ഇഷ്ടമില്ലാത്ത, ആന്റിയുടെ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത അവളെ നീ എന്തിനാ റെസ്പെക്ട് ചെയ്യുന്നേ? പല തവണയായി ഇത് ആവർത്തിക്കുന്നു. നിങ്ങൾക്കൊക്കെ ശരിയെന്ന് തോന്നുന്നു നിങ്ങൾ പറയുന്നില്ലേ? അതുപോലെ എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാനും പറയുന്നു. മതി മതി, ഇനി ഇതും പറഞ്ഞേ നിങ്ങൾ തമ്മില് വഴക്കിടണ്ട. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മളൊരു 5 മിനിറ്റ് തികച്ചോ? ഉദയ്, നമ്മൾ വീണ്ടും ഒന്നുകൂടി ആലോചിക്കണം. ഇനി എന്ത് ആലോചിക്കണ? താൻ എന്ത് ഭ്രാന്തായി പറയുന്നേ? വിവാഹ നിശ്ചയം കഴിഞ്ഞ് അന്ന് രാത്രി ചർച്ച ചെയ്യേണ്ട സംഭവമാണോ ഇത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പത്മ ആകെ തകർന്നിരിക്കുക. ഇനി പത്മയുടെ ചെവിയില് ഈ കാര്യം എത്തിക്കഴിഞ്ഞുണ്ടല്ലോ, അവൾ ആകെ തകർന്നു പോവും. എന്റെ ഫോൺ എങ്ങനെയും കണ്ടുപിടിക്കണം. എവിടെയെങ്കിലും കിടന്ന് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടു. മമ്മി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട. വിവാഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആന്റി അത് നടത്തൂ, ഭംഗിയായിട്ട് തന്നെ നടത്തും. അത് കഴിഞ്ഞാ നമ്മളങ്ങ് പോവുമല്ലോ. ഇവിടെ നിന്നൊന്ന് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരില്ലല്ലോ നമുക്ക്. പിന്നെന്താ? ഡാഡി, ഞാൻ അപ്പുറത്തുണ്ട്. എന്താ പറ്റിയേ? എന്റെ ഫോൺ ഞാനിവിടെ വെച്ചിരുന്നതാ. അത് അവൻ മാറി എടുത്തിട്ടുണ്ടാവും. പോയി ചോദിക്കേ. വന്ദന, തന്റെ ടെൻഷനൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇപ്പം പൂർണ്ണമായിട്ടും നമ്മൾ പത്മയുടെ കൂടെ നിൽക്കേണ്ട സമയമാണ്. ആ നേരത്ത് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു വാക്ക് പോലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്റെ ടെൻഷൻ പറയാതിരിക്കാൻ പറ്റുമോ? ശരി, ഉദയ് 100% ഹാപ്പിയാണോ ഇവിടുത്തെ കാര്യങ്ങളില്?
ഉദയ്ക്ക് ഉത്തരവില്ലല്ലോ. അത് തന്നെയാണ് പ്രശ്നം. എനിവേ, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് ഈ വിവാഹം ഒന്ന് നടന്ന് ഇവിടുന്ന് പോയാ മതിയായിരുന്നു. അത്രയ്ക്ക് ടെൻഷനുണ്ട് എനിക്ക്. നീ എന്തിനാ എന്റെ ഫോൺ എടുത്തോണ്ട് വന്നേ? ഓ, നിന്റെ ഫോണായിരുന്നു. അതൊന്നും നിനക്ക് കണ്ടറിയില്ലേ? ഞാനത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. നീ ആ ഫോണിൽ തന്നെ. അത് ഞാനൊരു കോൾ ചെയ്തിട്ട് നിനക്ക് കൊണ്ടുവന്ന് തരാം. നീ ഇതൊന്ന് ഓപ്പൺ ചെയ്തു വന്നേ. നിന്റെ ഫോണിന് എന്ത് പറ്റി?